വീട് പണിൻ്റെ വ്യത്യസ്ത മേഖലയിൽ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തി തരാം കേട്ടോ. വ്യത്യസ്ത മേഖലയിൽ നിങ്ങൾക്ക് വ്യത്യസ്ത രീതിയിലായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റിയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് നമ്മൾ മാർക്കറ്റിലേക്ക് പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരു പ്രോഡക്റ്റ് കേട്ടോ. ഹലോ, റിയാലിറ്റി വണ്ണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇതിന് മുന്നേ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ പ്രോഡക്റ്റിൻ്റെ പേര് വരുന്നത് FGC പ്രൊഫൈലാണ് കേട്ടോ. ഇതിൻ്റെ ഫുൾ നെയിം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈബർ ഗ്ലാസ് കോമ്പോസിഷൻ ആണ്. അപ്പോൾ നമ്മൾ കോട്ടയത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ ഷെഡൊക്കെ ചെയ്തിട്ടുള്ളത് ഈ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ്. ഒരു ഓപ്പൺ ടെറസിന് മുകളിലാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ A to Z കാര്യങ്ങളും ഒക്കെ നമുക്ക് ചോദിച്ചറിയാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, നമ്മൾ ഈ പ്രോഡക്റ്റിൻ്റെ എറണാകുളത്തുള്ള ബ്രാഞ്ച് മാനേജറാണ് നമ്മളെ കൂടെ ഉള്ളത്. അപ്പം നമുക്ക് കൂടുതൽ വിവരങ്ങളൊക്കെ ഇയാളടുത്ത് ചോദിച്ചറിയാം. അപ്പോൾ സാറിൻ്റെ പേരെന്താണ്? എൻ്റെ പേര് രാംദാസ് എന്നാണ്. ഞാൻ ഷൈൻ സ്റ്റാറിൻ്റെ എറണാകുളം ബ്രാഞ്ചിലെ മാനേജറാണ്. നമ്മൾ ഐറ്റം വന്നിട്ട് ഷൈൻ സ്റ്റാർ FGC പ്രൊഫൈൽസ് എന്നാണ് പറയുന്നത്. എവിടേക്കാണ് ബ്രാഞ്ച് ഉള്ളത്? ബ്രാഞ്ചസ് വന്നിട്ട് ഓൾ ഇന്ത്യ ബേസ്ഡ് ആണ്. മെയിനായിട്ട് കോയമ്പത്തൂരുണ്ട്, ബാംഗ്ലൂരുണ്ട്, ചെന്നൈ, ഹൈദരാബാദ്, എറണാകുളം. കാലിക്കറ്റ് ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാലിക്കറ്റ് ഏരിയയിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പ്രോഡക്റ്റിന്റെ പേരെന്താണ്, ഒന്ന് പരിചയപ്പെടുത്തും? പ്രോഡക്റ്റിന്റെ പേര് വന്നിട്ട് FGC പ്രൊഫൈൽസ് എന്നാണ് പറയുക. ഫൈബർ ഗ്ലാസ് കോമ്പോസിറ്റ്, അതാണ് ഇതിന് പറയുന്നത്. അതായത് നോർമൽ വന്നിട്ട് നമുക്ക് GI ചെയ്യുന്ന എല്ലാ പർപ്പസും ഇതിൽ ചെയ്യാൻ പറ്റും. വേറെ ഏതൊക്കെ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് മെറ്റീരിയൽ വന്നിട്ട് വെയിറ്റ്ലെസ് ആണ്, പ്ലസ് റസ്റ്റ് പ്രൂഫ് ആണ്. റസ്റ്റ് വരില്ല, നമുക്ക് പെയിന്റ് അടിക്കണ്ട. ഇതൊക്കെയാണ് ഇതിന് ബെനിഫിറ്റ്സ് വരുന്നത്. പിന്നെ നമുക്ക് ഈ റൂഫ് ടോപ്പിലൊക്കെ വരുന്ന സമയത്ത് നമുക്ക് വെയിറ്റ് കമ്മിയുള്ള ഏരിയയിലൊക്കെ പോകുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. കാരണം വെയിറ്റ്ലെസ് ആയിരിക്കും, നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ഈസി ആയിരിക്കും. ലോഡ് ബെയറിംഗ് കപ്പാസിറ്റി വന്നിട്ട് നമുക്ക് മറ്റേതിന്റെ സെയിം തന്നെ കിട്ടും. ഇപ്പോൾ നമ്മൾ GI വന്നിട്ട് നമ്മൾ തിക്നെസ് വന്നിട്ട് 1 mm ആണ് യൂസ് ചെയ്യണമെങ്കിൽ ഇതിൽ 2 mm യൂസ് ചെയ്യണം. അതിന്റെ ഡബിൾ തിക്നെസ് യൂസ് ചെയ്യണം ലോഡ് ബെയറിംഗ് ആപ്ലിക്കേഷനിൽ. നോർമൽ ഇതാണെങ്കിൽ അതേ സെയിം തന്നെ യൂസ് ചെയ്യാം. അതൊക്കെയാണ് അതിന്റെ ബെനിഫിറ്റ്സ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കോട്ടയത്താണ് ഇപ്പോൾ ഉള്ളത്. ഇത് ഇവിടെ ചെയ്യാൻ ഇതിന്റെ ഡ്യൂറേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇത് വന്നിട്ട് നമ്മുടെ ഡീലർ തന്നെയാണ്, അത് പുള്ളിയായിട്ട് നമുക്ക് സംസാരിക്കാം. നമ്മുടെ ഡീലർ തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ക്ലയന്റും ഓരോന്നെയാണ് അല്ലേ? അപ്പോൾ ഓരോരുത്തർ നമുക്ക് ഇതിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ഒന്ന് ചോദിച്ചാൽ. അപ്പോൾ നമ്മൾ കൂടെ ഉള്ളത് ഡീലറാണ്. അപ്പോൾ നിങ്ങൾ പരിചയപ്പെടുത്താം. ഞാനിത് സ്ഥലം കോട്ടയമാണ്. ഞാൻ കോട്ടയം ജില്ലാ ഡീലറാണ്. എൻ്റെ ഒരു ഹോം ഓഫീസിലാണ്. ഞങ്ങളുടെ ഫാമിലി ഒരു തറയിൽ ട്രെയിലിങ്സിലാണ്. കോട്ടയം ടൗണായിട്ട് 5 കിലോമീറ്റർ ഉള്ളൂ. അപ്പൊ ഇത് നിങ്ങളെ വീടാണല്ലേ? നിങ്ങളെ വീട്ടിൽ ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ എത്ര ടൈം എടുത്തു ഇത് ചെയ്യാൻ വേണ്ടിട്ട്? ഇത് ചെയ്യാൻ ഇപ്പം പുതിയൊരു ഐറ്റം ആയതുകൊണ്ട് നമ്മൾ പണിയാർ തന്നെ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി അങ്ങനെ ചെയ്യിച്ചുകൊണ്ട് കുറച്ച് സമയം എടുത്തു. നമുക്ക് മുമ്പോട്ട് ഇത്രയും സമയം വേണ്ടി ഇതിപ്പം ഒരു 10-25 ദിവസം എടുത്ത് നമുക്ക് ഇത്രയും സമയം വേണ്ടി വരും. അപ്പോൾ നമ്മൾ സ്കിൽഡ് വർക്കേഷൻ കൊണ്ടായിരുന്നു. സ്കിൽഡ് വർക്കേഷൻ്റെ ആവശ്യമില്ല ശരിക്കും. ഇതിന്റെ കട്ടിംഗ് ഒക്കെ എങ്ങനെ വരുന്നത്? കട്ട് നമുക്ക് സാധാരണ ഹാൻഡ് കട്ടറിൽ കട്ട് ചെയ്യാം, ഈസി ആയിട്ട് കട്ട് ചെയ്യാം. നമ്മൾ ഇരുമ്പ് കട്ട് ചെയ്യുന്ന അതേ ഇതിട്ട് തന്നെ കട്ട് ചെയ്യാം, ബ്ലേഡ് ഇട്ട് തന്നെ കട്ട് ചെയ്യാം. വലിയ വിഷയമില്ല. ഇൻസ്റ്റാളേഷൻ എല്ലാം നെറ്റ് ബോൾട്ടാണ്. ആദ്യം മറ്റേപോലെ അധികം ടൂൾസ് ഒന്നും വേണ്ട. ഒരു കട്ടറും ഒരു ഡ്രിൽ മെഷീനും മാത്രം മതി. എല്ലാം നെറ്റ് ബോൾട്ടാണ്. അപ്പോൾ ഇവിടെ ഏതൊക്കെ പ്രൊഫൈലുകളിലാണ് ഇത് ചെയ്തിട്ടുള്ളത്? ഈ സൈറ്റിൽ വന്നിട്ട് 4 ഫ്രണ്ട് ഉണ്ട്, 3 കൊന്നുണ്ട്, 1 കൊന്നുണ്ട്, പിന്നെ അതിന്റെ ആംഗ്ലർ ഉണ്ട് 1.5-1.25 ഒക്കെ, പിന്നെ അതിന്റെ ഫ്ലാറ്റ് ഉണ്ട് 1 ഇഞ്ചൊക്കെ. ഇത് കൂടാതെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഇരുമ്പുകൊണ്ട് എന്തെല്ലാം ചെയ്യുന്നു അതെല്ലാം നമുക്ക് ചെയ്യാം. ഏറ്റവും കൂടുതൽ അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ സോളാർ പാനൽ വെക്കാൻ വേണ്ടി വെയിലും മഴയും കൊള്ളുന്നിടത്ത്, പിന്നെ ഇത് ഇങ്ങനെയുള്ളവർക്കാണ്ട് പെയിന്റിന്റെ വിഷയമില്ല, വെൽഡിങ്ങിന്റെ വിഷയമില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ മെച്ചം. ലോഡ് ബിയറിംഗ് എല്ലാം മറ്റേ ഇരുമ്പുകൊണ്ട് ചെയ്യുന്ന പോലെ തന്നെ നേരത്തെ മാനേജർ പറഞ്ഞ പോലെ ഇത് ആ തിക്നെസ് ഇച്ചിരി കൂടുതൽ ഉപയോഗിച്ചാൽ ലോഡ് ബിയറിംഗ് ഓക്കെ. ഇതിന്റെ കളറൊക്കെ എങ്ങനെയാണ്? കളർ ഇത് 10 കളർ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നവര്. നമുക്കിപ്പോൾ 1 കളറേ കിട്ടിയിട്ടുള്ളൂ. മുമ്പോട്ട് 10 കളർ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പെയിന്റ് നമുക്ക് അടിക്കണമെങ്കിൽ അടിക്കാം. നമ്മുടെ കളർ നമ്മുടെ ഇഷ്ടത്തെ കളർ മാറ്റണമെങ്കിൽ. ഇവിടെ പെയിന്റ് അടിച്ചിട്ടില്ല. നമുക്ക് ഈ കളറാണ് നല്ല കളർ ബ്ലാക്ക് കുഴപ്പമില്ല. നമ്മൾ അടിക്കാനും ബ്ലാക്കോ ഗ്രേക്കാണ് അടിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് കളർ ഓൾറെഡി ഇത് നമ്മളിപ്പം ഇത് എല്ലാം ചെയ്ത് സാധാരണ എല്ലാം ഷീറ്റ് ചെയ്യുന്നത് സെൽഫ് സ്ക്രൂ അടിക്കുന്നത്. സെൽഫ് സ്ക്രൂ അടിക്കാതെ ഈ ജെ ബോൾട്ട് എന്ന് പറയുന്ന സാധനം പണ്ട് നമ്മൾ ഹൗസ് ഷീറ്റിനും ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇത് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. ഞാൻ ചെയ്യുന്ന ഏറ്റവും നല്ല അതാണ്. സെൽഫ് സ്ക്രൂ അടിക്കാതെ ജെ ബോൾട്ട് തന്നെ ഏറ്റവും നല്ല ജെ ബോൾട്ട് ചെയ്യാവുള്ളൂ എന്നുള്ള അഭിപ്രായക്കാരാണ്. അത് ചെയ്താൽ നമുക്കൊന്നും പേടിക്കണ്ട, കാറ്റടിച്ച് പൊങ്ങുക ഒന്നും ചെയ്യല, നല്ല സ്ട്രോങ് ആയി. അതാണ് എപ്പോഴും നല്ലത്. അതേ ചെയ്യാവുള്ളൂ.
പിന്നെ ഇതിന്റെ വേറെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഈ ഏറ്റവും കൂടുതൽ ഡ്രസ് വർക്കിനകത്ത് പരാജയം വരുന്നത് നമ്മളെല്ലാവരും ഈ ഷീറ്റ് മുട്ടി കിടക്കുന്ന ഈ പട്ടിയുണ്ട് ഈ 1 ഇഞ്ച് സ്ക്വയർ ഏറ്റവും ചെറിയ സാധനം. ഈ സാധനം കുറെ നാളാകുമ്പോൾ തുരുമ്പെടുക്കും. ആ ജി ഇട്ടാൽ പോലും തുരുമ്പെടുക്കുന്ന പലയിടത്തും കണ്ടിട്ടുണ്ട്. അത് പെയിന്റ് അടിക്കാൻ പറ്റും. പെയിന്റ് അടിക്കാൻ നമ്മൾ ഇടുന്ന സമയത്ത് ആദ്യം പെയിന്റ് അടിക്കും. പിന്നെ ഇത് വെയിലും മഴയും കൊണ്ട് ഇതിന് തുരുമ്പെടുക്കാൻ തുടങ്ങും. തുരുമ്പെടുക്കാൻ നമ്മൾ സാധാരണ അടിയുന്ന പെയിന്റ് ഈ ഷീറ്റ് എല്ലാം പൊളിച്ച് ഇറക്കി പെയിന്റ് അടിക്കൽ സാധ്യമല്ല. അന്നേരം മേളിൽ വെച്ച പെയിന്റിങ് വരുന്നില്ല. ഇത് അങ്ങനെ ആ മേളിൽ നിന്ന് തുരുമ്പെടുത്ത് ഇതിൽ അവിടെ താഴെ വീഴുന്ന സമയത്ത് നമ്മൾ പോയെന്നുള്ള അറിയുള്ളൂ. ഈ തുരുമ്പ് കയറുമ്പോൾ ഷീറ്റും തുരുമ്പാവും. അന്നേരം മൊത്തം പോകും. അതായത് ഇതിനാണെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. തുരുമ്പിന്റെ പ്രശ്നം ഇല്ലാത്തതുകൊണ്ട് ഇത് ആ കാര്യത്തിൽ പേടിക്കേണ്ട. പിന്നെ നമ്മൾ കൊടുക്കുന്നത് ബോൾട്ട് ആണെങ്കിലും ജെ ബോൾട്ട് ആണെങ്കിലും GI അതും പോകില്ല. അതെന്ന് പറഞ്ഞാൽ അത്രയും തിക്നെസ് ഉള്ളതുകൊണ്ടാണ് GI തുരുമ്പെടുക്കും. പക്ഷെ അത്രയും തിക്നെസ് ഉള്ളതുകൊണ്ട് അതും പോകില്ല. ഇനി ഇൻകേസ് എങ്ങനെ ഏതെങ്കിലും കാരണവശാൽ പോയാൽ തന്നെ അത് നമുക്ക് മാറാവുന്ന കുഴപ്പമില്ലാത്ത സാധനം. ഇത് പട്ടിമാറലെന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. അതിലാണ് ഏറ്റവും കൂടുതൽ പരാജയം വരുന്നത്. ഈ ഡ്രസ് വർക്കിന് ഏറ്റവും ഇതായിട്ട് ചെയ്യുന്ന സംഭവം അതാണ്. പിന്നെ നമ്മൾ ഈ മെറ്റീരിയൽ റീയൂസബിൾ ആണോ? റീയൂസബിൾ ആണ്. ഇത് അഴിച്ച് നമുക്ക് പുതിയ പൈപ്പ് പോലെ തന്നെ അഴിച്ച് പീസായി കഴിയുമ്പോൾ നമ്മൾ പുതിയ പൈപ്പ് പോലെ തന്നെ. പിന്നെ അത് കട്ട് ചെയ്താൽ നീളത്തിന്റെ നീള വ്യത്യാസം വരുള്ളൂ. ആ നീള വ്യത്യാസം നമുക്ക് ജോയിന്റ് ചെയ്യാം. ജോയിന്റ് ചെയ്ത് പിന്നെ ഏത് ഘട്ടം പണിയാം. ആ ജോയിന്റ് ചെയ്യുന്ന ഇത് ഞാൻ കാണിച്ചു. ജോയിന്റ് ഇതേപോലെ ഇവിടെ ജോയിന്റ് കാണിച്ചൊന്നുമില്ല ഞാൻ നേരത്തെ. എവിടെയാ ഇത് അത് കണ്ടോ? ഇതൊരു ജോയിന്റ് ആണ്. അത് അവിടെ വേറൊരു പീസ് എക്സ്ട്രാ വന്നിരിക്കുന്നത്. അവർ തുറക്കുന്ന ഒരു ഇത് ഓപ്പൺ വന്നിട്ടുണ്ട് മേലോട്ട് കയറാനൊക്കെ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു എക്സ്ട്രാ ഒരു പീസൊക്കെ വന്നിരിക്കുന്നത്. ജോയിന്റ് ചെയ്യാം. അത് അവിടെ ചെയ്യുന്നത് ഇവിടുത്തെ ജോയിന്റ് ഇരിക്കുന്നുണ്ടോ? ഈ ജോയിന്റ് ഇതേപോലെ ജോയിന്റ് ചെയ്യാം. അത് ഏത് നീളത്തിൽ വേണമെങ്കിലും നമുക്ക് അവിടെ ജോയിന്റ് ചെയ്യാം. അങ്ങനെ അതിന് നമ്മൾ അവിടെ ഒരു ആംഗ്ലറിന്റെ ആംഗ്ലർ ഉണ്ട്. ആംഗ്ലറും ഒരു ശരി പട്ടം വെച്ച് ജോയിൻ ചെയ്താൽ ഓക്കെ, പ്രശ്നമൊന്നുമില്ല. നമുക്ക് പിന്നെ ഇത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു ഡൗട്ടാണ് ഇതിന്റെ വർക്കിംഗ് ഡീറ്റെയിൽസ്. ഇത് ആർക്കൊക്കെ ചെയ്യാൻ പറ്റും? വർക്കിംഗ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ഇത് വെൽഡിംഗ് വർക്ക്ഷോപ്പ് വർക്ക് ചെയ്യാം, വെൽഡിംഗ് എഞ്ചിനീയർ വർക്കിംഗുകാർക്ക് ചെയ്യാം, അലൂമിനിയം ഫാബ്രിക്കേഷൻകാർക്ക് ചെയ്യാം. പിന്നെ ഇതിനൊക്കെ ഹെൽപ്പറായിട്ട് പോയിട്ടുള്ള ലേബറായിട്ട് പോയിട്ടുള്ള മൈക്കാർഡ് എന്ന് പറയാം അങ്ങനെയുള്ളവർക്ക് ചെയ്യാം. പിന്നെ ഇതല്ലെങ്കിൽ വീട്ടുകാർക്ക് സ്വന്തമായിട്ട് ചെയ്യാം. ഈ സാധനത്തിന് വെയിറ്റ് കുറവാണ്. ഇത് ചെയ്യാൻ ആകെ വേണ്ടുന്നത് 2 സ്പാൻഡർ, അത് നെറ്റ് വോൾട്ട് ഏതാണോ മേടിക്കുന്നത് അതിന്റെ സ്പാൻഡർ, പിന്നെ ഒരു കട്ടിംഗ് മെഷീൻ, പിന്നെ ഒരു ഡ്രില്ലിംഗ് മെഷീൻ. ഇതൊക്കെ ഉപയോഗിക്കാൻ ശകലം എനിക്ക് അറിയാവുന്നവർക്ക് ചെയ്യും. ഇപ്പം ഇതെല്ലാം നമുക്ക് ചാർജബിൾ സാധനങ്ങൾ മേടിക്കാൻ കിട്ടാറുണ്ട്. എന്നാൽ സിമ്പിളാണ്, വെയിറ്റ് ഇല്ല, കറണ്ടെ കുത്തണ്ട, ചാർജ് ബാറ്ററി ഇട്ട് നേരെ അടിച്ചടിച്ച് കയറ്റി വെൽഡ് ചെയ്യാം. വീട്ടിൽ അൽമാരിയോ തട്ടോ എന്തുണ്ടാക്കണം, പിന്നെ ഒരു സോളാർ പാനലോ വെക്കാനുള്ള സ്റ്റാൻഡ് ഉണ്ടാക്കണമെങ്കിലോ എന്ത് സാധനം വീട്ടിൽ ഇനി ഒരു ഗോവൻ ഉണ്ടാക്കണമെങ്കിലും സ്വന്തമായിട്ട് സാധനം മേടിച്ചോണ്ടാൽ വീട്ടിൽ ചെയ്യാം. ഇനി ഇതല്ല, നമ്മൾ നല്ല വർക്കും അല്ല ഇതുപോലെ ഡ്രസ് വർക്കൊക്കെ ഒരു പാർട്ടിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാധനം സപ്ലൈ ആയിട്ട് നമ്മൾ അവിടെ പോയി അവർക്ക് കാര്യങ്ങളെല്ലാം അവർ ഏത് പണിക്കാരും എത്തിയാലും കുഴപ്പമില്ല. ഇനി ഒരു ആകെപ്പാടെ ഒരു ഡ്രില്ലിംഗ് മെഷീൻ ഒരു കട്ടിംഗ് മെഷീൻ മാത്രം ഉപയോഗിക്കാൻ അറിയാവുന്ന ഒരാളായാലും മതി. ഇതിനൊന്നും വേറെ പണിക്ക് പരിചയത്താണ് നമ്മൾ പോയി പറഞ്ഞ് 1 ദിവസമോ 2 ദിവസം നമ്മളോട് ഡേറ്റയിൽ നിന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിച്ചു കൊടുക്കും. അവർക്ക് അന്നേരം സാധനം ചെയ്യാം. അതിന് പ്രത്യേകം വലിയ പണിക്കാരോ വലിയ എക്സ്പീരിയൻസ് ഉള്ളവരോ വേണ്ട. അപ്പോൾ അത് ഇതിന്റെ ഒരു പ്രത്യേകത കൂടിയാണ് കേട്ടോ. പിന്നെ ഇതിലെ കോസ്റ്റിൽ വരുന്ന കമ്പാരിസൺ ഒന്ന് പറയും. നമ്മൾ കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് സാധാ MS ആയിട്ട് ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. MS അല്ലെങ്കിൽ GP ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. നമുക്ക് GI പക്ക GI അല്ലെങ്കിൽ വന്നിട്ട് അലുമിനിയം, അതായിട്ടാണ് ഇതിൻ്റെ കമ്പാരിസൺ വരുന്നത്. കാരണം വന്നിട്ട് ഇതിന് വന്നിട്ട് മെയിൻ്റനൻസ് ഫ്രീ ആണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും മെയിൻ ബെനിഫിറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് സാധാരണ നോർമൽ ഐറ്റമായിട്ട് ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. പെയിന്റിങ് വല്ല കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് ഇത് ചിലവ് കുറഞ്ഞിരിക്കും. ഇപ്പം ടാറ്റയുടെ GI ആയിട്ടോ അലുമിനിയം ആയിട്ടോ കമ്പയർ ചെയ്താലും മൊത്തത്തിൽ കണക്ക് കൂട്ടി എല്ലാം വരുമ്പോൾ മറ്റേതിനൊക്കെ ചിലവ് കുറഞ്ഞ പെയിന്റിങ് ഇല്ല, അങ്ങനെയുള്ള മെയിൻ്റനൻസ് ഒന്നും ഇല്ലാത്തത്. MS വാങ്ങിക്കുകയാണെങ്കിലും അതിന്റെ പ്രൈമർ കോസ്റ്റ് പെയിന്റ് കോസ്റ്റ് എല്ലാം കൂടി കണക്കാക്കി വരുന്ന സമയത്ത് വലിയ എഫക്ട് വരില്ല. കൂടിയാവും, എന്നാലും പിന്നെ കുറയും. അപ്പൊ ഈ സൈറ്റിൽ ഉപയോഗിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഇതിന്റെ ഒരു സൈസ് എത്ര, ലെങ്ത്തും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത്? ഇത് സാധനം കമ്പനി നമുക്ക് സാധനം തരുന്ന 20 അടി, അതായത് 6 മീറ്റർ. മറ്റേ ഇരുമ്പ് എല്ലാം അങ്ങനെ തന്നെ വരുന്നത്. ആ അളവിന് തന്നെ സാധനം വരുന്നത്. ഇത് വരുന്നത് ഇവിടെ കട്ട് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് നമ്മുടെ ആവശ്യം ഉപയോഗിക്കും. 20 മീറ്റർ 20 അടിയിൽ കൂടുതലുണ്ട് നീളം. 20 അടി ബാക്കി നമ്മൾ ജോയിൻ ചെയ്തിരിക്കും. ജോയിൻ ചെയ്യുന്നിടത്ത് നമ്മൾ ഇതേപോലെ പീസ് വെച്ച് തന്നു. ഇതേപോലെ ജോയിൻ ചെയ്ത് ഇതൊരു 2 പീസാണ് ഇവിടെ ജോയിൻ ആയത്. ഇതുപോലെ ജോയിൻ ചെയ്ത് നെറ്റ് വോൾട്ട് ഇട്ട് ചെയ്യാണ്. ഇവിടെ നമ്മളിപ്പം ഇവിടെ ഒരു തൂൺ എക്സ്ട്രാ കൊടുത്ത് ഇവിടെ വേറെ വർക്ക് വരുന്നവരും വേണ്ടി തൂൺ കൊടുത്തു. ശരിക്കും ഇവിടെ ഇത്ര ബീം വരുമ്പോൾ തൂണിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഇവിടെ തൂൺ ആവശ്യമുള്ളതുകൊണ്ട് നമ്മൾ തൂൺ കൊടുക്കാം. വേറെ യൂസ് ഉള്ളതുകൊണ്ട് ഇവിടെ മറവ് വരുന്നതിന്റെ പാർട്ടിന് വരുമ്പോൾ തൂൺ കൊടുക്കാം. പിന്നെ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് പറഞ്ഞു, ഈ കടൽ തീരത്തുകളിലൊക്കെ ഉണ്ടാക്കുന്ന തുരുമ്പെടുക്കുന്ന പ്രശ്നമില്ല. തുരുമ്പ് തീ അങ്ങനെയുള്ളതൊന്നും പേടിക്കണ്ട. അന്നേരം പിന്നെ വെൽഡിംഗ് ഇല്ല, പെയിന്റിങ് വേണ്ട, അങ്ങനെ പ്രശ്നമില്ലാത്ത കടൽ തീരത്ത് ഉപ്പുകാറ്റുള്ളിടത്ത് ഉപ്പ് വെള്ളത്തിലോ എവിടെയും ചെയ്യാം പറ്റും. അതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പുതിയ പ്രോഡക്റ്റ് ആണ്. അതിനുവേണ്ടി മെയിൻ ആയിട്ട് സംഭവം വന്നിരിക്കുന്നത് നല്ലൊരു പ്രോഡക്റ്റ് ആണ്. അപ്പൊ ഇത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് നിങ്ങളാണോ? അതെ, ഇവിടെ കോട്ടയത്ത് പാത്ത് നമ്മളായിരിക്കുന്നത്. ഈ ബ്രാൻഡ് ഞാൻ ഇതിന്റെ പരസ്യം കണ്ടിട്ട് ഇവരായിട്ട് ബന്ധപ്പെട്ട് ഈ സാധനം അന്വേഷിച്ചു. അന്നേരം അന്ന് കോയമ്പത്തൂരിൽ നിന്നാണ് നമ്മളായിട്ട് കണക്ഷൻ വന്നത്. അവർ പറഞ്ഞു അങ്ങനത്തെ സാധനം ഉണ്ടെന്ന്. ഞാൻ അവിടെ പോയി കണ്ടു, അവിടെ സാധനം എടുത്തു, അവിടെ ചെയ്തു. ഇതിപ്പോ എത്രയായി നമ്മളെ മാർക്കറ്റിൽ വന്നിട്ട്? ഇതിപ്പം ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് മൊത്തത്തിൽ 1 വർഷത്തിൽ താഴെ ആയിട്ടുള്ള പുതിയ പ്രോഡക്റ്റ് ആണ്. അപ്പൊ ഇതിന്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ട് വരുന്നുണ്ട്. ഞാനിപ്പം ഇവിടെ ഞാനും പല കോൺട്രാക്ടർമാരായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. എല്ലാവർക്കും
ഒരു ഇതായിട്ടുണ്ട്, കുഴപ്പമില്ല. അന്നേരം പലരും സാധനങ്ങൾ വേണം എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവർക്ക് സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. പല ഇത് വർക്ക് തീർന്നു കഴിഞ്ഞാൽ ഇവിടെ പൂർണ്ണമായിട്ട് വർക്ക് തീർന്നു കഴിഞ്ഞാൽ കാണാമെന്ന് പറഞ്ഞാൽ വർക്ക് ഇനി കുറച്ചുകൂടെ ബാലൻസ് ചെയ്യാനുണ്ട്. കുറച്ച് ഈ സൈഡ് മറയ്ക്കാനുണ്ട്, അവിടെ കുറച്ച് സീലിംഗ് ചെയ്യാനുണ്ട്, അങ്ങനെ കുറേ വർക്കുകൾ ചെയ്യാനുണ്ട്. അതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഇതിൻ്റെ ഗേറ്റ് ചെയ്യാനുണ്ട്. അതിനുള്ള മെറ്റീരിയൽ ഇവിടെ എടുത്തിട്ടുണ്ട്. ഗേറ്റ് ഒക്കെ നമുക്ക് ഇത് വെച്ച് ചെയ്യാൻ പറ്റും. വിൻഡോസ് ഒക്കെ ചെയ്യാൻ പറ്റും. വീടിന്റെ പല ഭാഗങ്ങളിലായിട്ട് വീടിന്റെ പല ഭാഗങ്ങൾ, വീടിന്റെ എല്ലാ ഭാഗവും എല്ലാ ഭാഗങ്ങളും പല ഭാഗം എല്ലാ ഭാഗവും എല്ലാ ഭാഗങ്ങളും ചെയ്യും. ഇരുമ്പോണ്ട് എന്തെല്ലാം ചെയ്യണം അല്ല എല്ലാം ചെയ്യും. തടി കൊണ്ട് ചെയ്യേണ്ട ചില ഭാഗങ്ങളോട് ഇത് ചെയ്യും. ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് ട്ടോ ഇതിന്റെ ബെനിഫിറ്റ്സ് വരുന്നത്. ഇതിന്റെ ഒരു വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് എന്തായാലും താഴെ കൊടുക്കാം. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും.